റഷ്യൻ അതിർത്തിയിൽ പുട്ടിന്റെ മിസൈലുകൾക്ക് മുന്നിൽ യുക്രൈൻ വിറച്ചുനിൽക്കുമ്പോൾ, മറുഭാഗത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ റീപ്പർ ഡ്രോണുകളെ ഇറാൻ വെടിവച്ചിടുമ്പോൾ, ലോകം വിചാരിച്ചത് യുദ്ധം അവിടെയൊക്കെ മാത്രമാണെന്നാണ്. എന്നാൽ സാമ്രാജ്യത്വ ശക്തികളെയും അവരുടെ സഖ്യകക്ഷികളെയും ഞെട്ടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ മറ്റൊരു ഭീകരമുഖം ഇപ്പോൾ അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ ലോസ് ആഞ്ചലസിന്റെ ഹൃദയഭാഗത്ത് വന്ന് പതിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു വെടിയൊച്ചയല്ല, മിസൈൽ പ്രഹരവുമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന തരത്തിൽ ഇറാൻ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മിസൈൽ ആക്രമണമാണ്. ലോസ് ആഞ്ചലസിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയിൽ നിന്ന് 700 ജിഗാബൈറ്റ് അതീവ രഹസ്യ വിവരങ്ങളാണ് ഇറാന്റെ സൈബർ യോദ്ധാക്കൾ ചോർത്തിയിരിക്കുന്നത്. തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ടും സൈനിക ഭീഷണികൾ കൊണ്ടും തളർത്താൻ നോക്കുന്ന അമേരിക്കയ്ക്കും തങ്ങളുടെ സ്വന്തം സാങ്കേതികവിദ്യയുടെ മുകളിലിരുന്ന ഇറാൻ നൽകിയ ഈ മറുപടി ലോക സൈനിക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഇസ്രയേലിലെ തെല്ലവീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാംബിറ്റ് സെക്യൂരിറ്റി എന്ന സൈബർ നിരീക്ഷണ ഏജൻസിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പൊതുഗതാഗത ശൃംഖലകളിലൊന്നായ ലോസ് ആഞ്ചലസ് കൗണ്ടി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ സർവറുകളിലേക്ക് ഇറാന്റെ ഔദ്യോഗിക പിന്തുണയുള്ള അബാബിൽ ഓഫ് മിനാബ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് അതിക്രമിച്ചു കയറുകയായിരുന്നു. വിശുദ്ധ ഖുറാനിലെ ആനക്കൂട്ടത്തെ കല്ലെറിഞ്ഞു വീഴ്ത്തിയ അബാബിൽ പക്ഷികളെ അനുസ്മരിപ്പിക്കുന്ന പേരുമായി വന്ന ഈ ഹാക്കർമാർ അമേരിക്കൻ സൈബർ പ്രതിരോധത്തിന്റെ കണ്ണുവെട്ടിച്ചു നടത്തിയ ഈ നീക്കം വെറുമൊരു ഡാറ്റാ ചോർച്ചയല്ല, പകരം അമേരിക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും പൂർണ്ണമായി നിശ്ചലമാക്കാൻ ഇറാനുള്ള ശേഷിയുടെ തെളിവാണ്. ട്രെയിൻ, ബസ് സർവീസുകളുടെ ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ, അറൈവൽ സ്ക്രീനുകൾ, യാത്രാക്കാർഡുകൾ റീലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒറ്റ ക്ലിക്കിൽ ഇവർ തകിടം മറിച്ചു. സൂപ്പർ പവറെന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ആക്രമണത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. ചോർത്തപ്പെട്ട 700 ജിഗാബൈറ്റ് ഡാറ്റയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അതീവ രഹസ്യമായ ഇമെയിലുകൾ, ഇന്റേണൽ ഫയലുകൾ, ഗവൺമെന്റ് ബാക്കപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാധാരണയായി മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറി രഹസ്യങ്ങൾ ചോർത്തുന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഫയലുകൾ ഇന്റർനെറ്റിൽ പരസ്യമായി കിടക്കുന്നത് കാണേണ്ടിവന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ അപമാനമാണ്. തങ്ങളുടെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ലോകോത്തരമാണെന്ന് വീമ്പു പറയുന്ന FBI പോലും ഈ ആക്രമണത്തിനു മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ സൈനിക കരുത്ത് അതിർത്തികളിൽ മാത്രമല്ല, ഡിജിറ്റൽ സ്പേസിലും പൂർണ്ണമായി വിന്യസിച്ചു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണിത്. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ നഗരങ്ങളെ ഇരുട്ടിലാക്കാൻ തങ്ങൾക്കധികം സമയം ആവശ്യമില്ലെന്ന് ഈ ഡാറ്റാവേട്ട അടിവരയിടുന്നു. ഈ സൈബർ പ്രത്യാഘാതം കേവലം ലോസ് ആഞ്ചലസിൽ മാത്രം ഒതുങ്ങുന്നതൊന്നല്ലെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന കുത്സിത നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് അബാബിൽ ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത്. ഇതേ ഹാക്കിംഗ് ഗ്രൂപ്പ് തന്നെയാണ് സൗത്ത് ഫ്ലോറിഡയിലെ ട്രൈറെയിൽ കമ്മ്യൂട്ടർ നെറ്റ്വർക്കിനു നേരെയും അമേരിക്കൻ വെഹിക്കിൾ ട്രാക്കിംഗ് കമ്പനിയായ വിങ്സ്, സൗദിയിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ യുണിമാക് എന്നിവയ്ക്കു നേരെയും സമാനമായ ആക്രമണങ്ങൾ നടത്തിയത്. ഇതിലൂടെ തങ്ങളുടെ ശത്രുക്കൾ എവിടെയൊക്കെ ഒളിച്ചിരുന്നാലും അവരെയെല്ലാം ഡിജിറ്റലായി വേട്ടയാടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തെയും ജനതയെയും അടിച്ചമർത്താൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ തന്ത്രപരമായ കേന്ദ്രങ്ങളെയും സാമ്പത്തിക വ്യവസ്ഥകളെയും തകർക്കാൻ ഇറാൻ സൈന്യത്തിന് മറ്റു വൻശക്തികളുടെ സഹായം ആവശ്യമില്ലെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഈ പുതിയ യുദ്ധതന്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്ക മാത്രമല്ല, അവരുടെ സഖ്യമായ ഇസ്രയേലുമാണ്. അതുകൊണ്ടാണ് തെല്ലവീവിലെ ഗാംബിറ്റ് സെക്യൂരിറ്റി പോലുള്ള കമ്പനികൾ ഇറാന്റെ സൈബർ നീക്കങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ഭീതി പരത്താൻ ശ്രമിക്കുന്നത്. ഇറാന്റെ ഡിജിറ്റൽ മിസൈലുകൾ നാളെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുമെന്ന ബോധ്യം ഇസ്രയേലിനുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് ഇപ്പോൾ ലോകഭൂപടത്തിലെ പല തന്ത്രപ്രധാന നഗരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലുമായി തങ്ങളുടെ സൈനിക വിഭവങ്ങളും ശ്രദ്ധയും വിഭജിച്ചു നിൽക്കുന്ന ഈ സുപ്രധാന സമയത്താണ് ഇറാൻ അമേരിക്കയുടെ ആഭ്യന്തര മണ്ണിൽ കയറി പ്രഹരിച്ചിരിക്കുന്നത് എന്നത് ഇറാന്റെ തന്ത്രപരമായ വിജയമാണ്. ചുരുക്കത്തിൽ, ഉപരോധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കൊണ്ട് ഇറാന്റെ ആത്മവീര്യത്തെ തളർത്താൻ കഴിയില്ലെന്ന് ഈ 700 ജിഗാബൈറ്റ് ഡാറ്റാവേട്ടയിലൂടെ ലോകം ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയാണ്. ലോകമെമ്പാടും അധിനിവേശത്തിന്റെയും ചതിയുടെയും ചരിത്രം മാത്രമുള്ള അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണും ആകാശവും മാത്രമല്ല, ഇനി സൈബർ ലോകവും ഒരു കീറാമുട്ടിയായി തുടരുമെന്നുറപ്പാണ്.
തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും തൊട്ടുകളിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയിലെയും ലോസ് ആഞ്ചലസിലെയും തെരുവുകളിൽ പ്രതിഫലിക്കുമെന്ന് ഇറാൻ കാണിച്ചു തന്നിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സൈബർ യുദ്ധം ലോകരാഷ്ട്രീയ ഭൂപടത്തെയും വൻശക്തികളുടെ അഹങ്കാരത്തെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.